കഥയാരംഭിക്കുന്നത് ആശിഷിനെയും ഐഷു എന്ന പെൺകുട്ടിയെയും പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. 51 വയസ്സുകാരൻ ആശിഷ് ലണ്ടനിൽ ഒരു NRI ഇൻവെസ്റ്ററായി ജോലി നോക്കുന്നു. വളരെയധികം സമ്പത്ത് ആശിഷിന്റെ പക്കലുണ്ട്. 27 വയസ്സുകാരി ഐഷു ആകട്ടെ ലണ്ടനിലേക്ക് എത്തിച്ചേർന്നതായിരുന്നു. അവിടെ വെച്ചിട്ടാണ് ഇരുവരും കാണുന്നതും പരസ്പരം പ്രണയത്തിലാകുന്നതും. ആദ്യം ആശിഷിന്റെ പണം കണ്ടാണ് ഐഷ വീണതെങ്കിൽ ആശിഷ് അവളുടെ യുവത്വമായിരുന്നു ആഗ്രഹിച്ചത്. രണ്ടുപേരുടെയും ജീവിതത്തിൽ മിസ്സിംഗ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പരസ്പരം അത് കിട്ടുമെന്നായതോടെ അവരുടെ പ്രണയം പൂത്തുലഞ്ഞു. അവർ ഒന്നിച്ച് ലിവിംഗ് ടുഗദറായി താമസിക്കാനും തുടങ്ങി. പിന്നീടാണ് ആ ചോദ്യം വന്നത്, ഫ്യൂച്ചർ എന്താകും? ഐഷയ്ക്ക് വിവാഹം കഴിക്കണമെന്നും കുട്ടികൾ വേണമെന്നുമൊക്കെയുണ്ട്. പക്ഷേ മുമ്പ് വിവാഹിതനായിരുന്ന ഇപ്പോൾ സെപ്പറേറ്റഡ് ആയിട്ടുള്ള ആശിഷിനാകട്ടെ അതിൽ തീരെ താല്പര്യവുമില്ല. പറയണ്ടല്ലോ, ബ്രേക്കപ്പ് തന്നെ സംഭവിച്ചു. പക്ഷേ ജീവിതം മുമ്പോട്ട് പോകുന്തോറും തങ്ങളുടെ പ്രണയം എത്രമേൽ ആത്മാർത്ഥമായിരുന്നുവെന്ന് ഇരുവരിലും തിരിച്ചറിവ് വരികയാണ്. പ്രശ്നങ്ങൾ മാറ്റിവെച്ച് ഇരുവരും പാച്ചപ്പായി. അങ്ങനെ പോകുമ്പോഴാണ് തന്റെ ഫാമിലിയെ ഐഷയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നൊരു കാര്യം ആശിഷിന്റെ ഉള്ളിലേക്ക് വരുന്നത്. ഐഷയെയും കൂട്ടി തന്റെ മക്കളുടെയും ഭാര്യയുടെയും അടുത്തേക്ക് ആശിഷ് പുറപ്പെട്ടു. മഞ്ജു എന്നായിരുന്നു ആശിഷിന്റെ ഭാര്യയുടെ പേര്. പക്ഷെ അപ്പോഴാണ് ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നത്. ആശിഷ് അതുവരേക്കും വിവാഹമോചനം നേടിയിട്ടില്ല. അവർ സെപ്പറേറ്റഡ് ആണെന്നേയുള്ളൂ. ഐഷയെ തന്റെ സെക്രട്ടറി എന്ന് പറഞ്ഞായിരുന്നു മഞ്ജുവിന് ആശിഷ് ഇൻട്രൊഡ്യൂസ് ചെയ്തതുപോലും. തങ്ങളുടെ ബന്ധം ആശിഷ് കുടുംബത്തിന്റെ മുമ്പിൽ നിന്ന് ആദ്യം ഒളിച്ചു വെച്ചു. പക്ഷേ ഒരു പാർട്ടിയിൽ വെച്ച് അത് പൊളിഞ്ഞു. ആശിഷിന്റെ ബന്ധം ആശിഷിന്റെ മകള് തന്നെ നേരിട്ട് കണ്ടു. പറയണ്ടല്ലോ, മകളുടെ വിവാഹമൊക്കെ ഉറപ്പിച്ചതായിരുന്നു. ആ ബന്ധം അതോടെ ആകെ പ്രശ്നത്തിലായി. മോളുടെ വിവാഹം അങ്ങനെ മുടങ്ങിയ ദുഃഖത്തിൽ മഞ്ജുവും അപ്സെറ്റ് ആയിരുന്നു. ആശിഷ് മഞ്ജുവിനെ ആശ്വസിപ്പിക്കാൻ ചെന്നു. ഇരുവർക്കുമിടയിൽ അതൊരു മൊമെന്റ് ഉണ്ടാക്കി. ആശിഷിന് അത് വല്ലാതെ കംഫോർട്ടബിൾ ആയി തോന്നി. മണ്ടൻ ആശിഷാകട്ടെ അത് പോയി ഐഷയോട് പറഞ്ഞു. പ്രശ്നം മാളിക്കത്തി. അവർ തമ്മിൽ ഡിവോഴ്സ്ഡ് പോലും ആയിരുന്നില്ല എന്ന വിവരം കൂടി ഐഷ അറിഞ്ഞതോടെ ദേഷ്യത്തിൽ ബാഗും പാക്ക് ചെയ്ത് അവിടെ നിന്ന് പോയി. മറുവശത്ത് ആശിഷാകട്ടെ തന്റെ മകളുടെ വിവാഹം മുടങ്ങിപ്പോയടുത്തു നിന്ന് തന്നെ അവരുടെ ഫാമിലിയുമായും മറ്റുമൊക്കെ സംസാരിച്ചും എന്തൊക്കെയോ ചെയ്തും ഒരു തരത്തിൽ പരിഹരിച്ചു. ആ വിവാഹം വീണ്ടും നടക്കുമെന്ന അവസ്ഥയെത്തി. ആശിഷ് കുടുംബത്തിനു വേണ്ടി അത്രയൊക്കെ കഷ്ടപ്പെട്ടത് കണ്ടപ്പോ മഞ്ജുവിന്റെയും മനസ്സലിഞ്ഞു. ഐഷയെ ആശിഷ് എത്രത്തോളം പ്രണയിച്ചിരുന്നു എന്ന് മഞ്ജുവിന് വ്യക്തമായിരുന്നു. മഞ്ജു തന്നെ പോയി ആയിഷയെ കണ്ട് സംസാരിച്ചു. ഐഷയും ആശിഷും വീണ്ടും ഒന്നിച്ചു. മഞ്ജുവും ആശിഷും ഡിവോഴ്സ്ഡായി. അവരുടെ വിവാഹവും ഏറെക്കുറെ നടക്കുമെന്ന മട്ടിലെത്തി. ആശിഷ് വിവാഹത്തിന്റെ കാര്യം അവളോട് സംസാരിച്ചു. അപ്പോഴാണ് ഐഷു തന്റെ വീട്ടുകാരെ പറ്റി പറയുന്നത്. ആശിഷിനോട് തന്റെ വീട്ടുകാരെ കണ്ട് അവരുടെ സമ്മതം സംഘടിപ്പിക്കണം എന്ന കാര്യം ഐഷു പറഞ്ഞു. അവിടായിരുന്നു ദേ ദേ പ്യാർ ഫസ്റ്റ് അവസാനിച്ചത്. ദേ ദേ പ്യാർ സെക്കൻഡിന്റെ കഥയാരംഭിക്കുന്നതും അവിടെ നിന്നുമാണ്. ലണ്ടനിൽ നിന്നും വിവാഹത്തിന്റെ കാര്യവും തന്റെ ആശിഷുമായുള്ള പ്രണയത്തിന്റെ കാര്യവും കംഫോർട്ടബിളായ രീതിയിൽ പാരന്റ്സിനെ അറിയിക്കാൻ തീരുമാനിച്ച് ഐഷ നാട്ടിലേക്കെത്തി. ഐഷയുടെ വീട്ടിൽ മൊത്തം 4 പേരാണുള്ളത്. അച്ഛൻ രാകേഷ്, അമ്മ അഞ്ജു, ഐഷയുടെ ചേട്ടൻ റോഹൻ, ചേട്ടന്റെ ഭാര്യ കിട്ടു ഗർഭിണിയാണ്. പ്രസവത്തിന്റെ ഡേറ്റ് അടുത്തിരിക്കുന്നു. അവരുടെ വീട്ടിലേക്ക് പുതുതായി ഒരു കുഞ്ഞു പിറക്കാൻ പോകുന്നു. തങ്ങൾ മുത്തച്ഛനും മുത്തശ്ശിയും ആകാൻ പോകുന്നു എന്ന കാര്യത്തിൽ രാകേഷും അഞ്ജുവും വളരെയധികം ത്രിൽഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അതൊരു മികച്ച അവസരമായി ഐഷ നോക്കിക്കണ്ടു. കൃത്യസമയം നോക്കി കുട്ടി പിറക്കുന്ന സമയത്ത് ഈ വിവരം അവതരിപ്പിച്ചാൽ സന്തോഷത്തിന്റെ കൂടെ ഇത്തരത്തിലൊരു വിവരം കൂടി വരുമ്പോ അതൊന്ന് ബാലൻസ്ഡ് ആയി അത്ര ആഘാതം തീർക്കാതെ പൊക്കോളും എന്നായിരുന്നു അവളുടെ കണക്കുകൂട്ടൽ. പക്ഷേ എല്ലാത്തിനും മുമ്പേ കിട്ടുവിനെടുക്കൽ വളരെ രഹസ്യമായി തന്റെ ഈ പദ്ധതികളെപ്പറ്റിയും ലിവിംഗ് ടുഗദറിലുള്ള തന്റെ റിലേഷൻഷിപ്പിനെ പറ്റിയുമൊക്കെ ഐഷ പറയുകയും ചെയ്തു. നിറഗർഭിണിയായ കിട്ടുവിന് വീട്ടില് വളരെ വലിയ പരിഗണനയായിരുന്നു കിട്ടിയിരുന്നത്. കിട്ടു എന്ത് കഴിക്കാൻ വേണമെന്ന് പറഞ്ഞാലും അത് അപ്പോൾ തന്നെ എവിടെന്നാണെങ്കിലും എത്തിച്ചു കൊടുക്കും. അന്ന് ദാൽ മഖ്നി വേണമെന്ന് പറഞ്ഞ് കിട്ടു ബഹളം കൂട്ടിയപ്പോ ഗവൺമെന്റ് ജോലിക്കാരനായ ഐഷുവിന്റെ അച്ഛൻ തന്റെ അധികാരം ഉപയോഗിച്ച് കടയടക്കം തുറപ്പിച്ച് ദാൽ മഖ്നി കിട്ടുവിന് വാങ്ങിക്കൊടുത്തു. കിട്ടുവാണെങ്കിൽ അത് ആർത്തിയോടെ കഴിച്ചു. കഴിക്കുന്നതിനിടയിൽ ഓരോന്ന് പറയുമ്പോൾ അബദ്ധത്തിൽ ഐഷയുടെ പ്രണയത്തിന്റെ കാര്യവും ലണ്ടനിലെ ലിവിംഗ് റിലേഷനെ പറ്റിയുമൊക്കെ അവളങ്ങ് പറഞ്ഞുപോയി. പിന്നെ പറയണ്ടല്ലോ, ഐഷയുടെ പാരന്റ്സിന്റെ ചോദ്യങ്ങൾ ഐഷയ്ക്ക് നേരെയെത്തി. രാകേഷ് ആണെങ്കിൽ അത്യാവശ്യം ഡ്രാമാറ്റിക് ആണ്. നിന്നെ ഫ്രണ്ടിനെ പോലെയല്ലേ വളർത്തിയത്, എന്നിട്ടും ഇതെങ്ങനെ നിനക്കെന്നോട് മറച്ചു വെക്കാൻ പറ്റി എന്ന മട്ടിലൊക്കെയാണ് രാകേഷിന്റെ പെർഫോമൻസ്. ഒടുവില് പയ്യനെ പറ്റിയുള്ള കാര്യങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിച്ചപ്പോ എന്താണ് താൻ പറയാതിരുന്നതെന്ന കാര്യമടക്കം ഐഷ പറഞ്ഞു. പയ്യന് കുറച്ച് ഏജ് കൂടുതലുണ്ട്. നിങ്ങളത് എങ്ങനെ എടുക്കുമെന്ന് അറിയാത്തത് കൊണ്ടാ ഞാനത് പറയാതിരുന്നത്. പക്ഷേ രാകേഷും മഞ്ജുവും പറഞ്ഞു, നമ്മള് ഒരു മോഡേൺ ഫാമിലി അല്ലേ, ഇതൊക്കെ അത്ര വലിയ കാര്യമാക്കിയെടുക്കാനുണ്ടോ? പക്ഷേ യാഥാർത്ഥ്യത്തിൽ രാകേഷിനേക്കാളും പ്രായം ആശിഷിനുണ്ടെന്ന കാര്യം വളരെ വിദഗ്ധമായി ഐഷ മറച്ചുവെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പാതി സത്യങ്ങൾ മാത്രമേ ഐഷ പാരന്റ്സിനോട് പറഞ്ഞുള്ളൂ. തൊട്ടുപുറകെ ഐഷ അക്കാര്യവും പറഞ്ഞു. ആശിഷ് ഡിവോഴ്സ്ഡ് ആണ്. 2 മക്കൾ കൂടിയുണ്ട്. അത് ഐഷയുടെ പാരന്റ്സിനെ കുറിച്ച് ഷോക്കിംഗ് ആയിരുന്നെങ്കിലും നമ്മൾ മോഡേൺ ഫാമിലി അല്ലേ, ഡിവോഴ്സ് ഒന്നും ഇപ്പൊ ഇത്ര വലിയ സിഗ്മയൊന്നുമല്ലല്ലോ എന്ന മട്ടിലായിരുന്നു
മട്ടിലായിരുന്നു അവരുടെ മറുപടി. ഉള്ളിന്റെ ഉള്ളിൽ അവർക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും മകളുടെ മുമ്പിൽ അവരത് കാണിച്ചില്ല. എന്തായാലും നേരിട്ട് മീറ്റ് ചെയ്യാൻ ആശിഷിനെ വിളിച്ചു വരുത്താൻ അവളുടെ പാരന്റ്സ് പറഞ്ഞു. അങ്ങനെ ആശിഷ് ഇന്ത്യയിലേക്ക് എത്തുകയാണ്. വീട്ടിലേക്ക് പോകുമ്പോഴേ വണ്ടിയിൽ ഇരുന്നു കൊണ്ട് ആശിഷിന് വേണ്ട നിർദ്ദേശങ്ങൾ അയച്ചു കൊടുത്തു. ആശിഷിന്റെ ഏജും ബാക്ക്ഗ്രൗണ്ടും മക്കളുടെ കാര്യവുമൊന്നും പൂർണ്ണമായിട്ട് പറയരുത്, കൃത്യസമയം നോക്കിയേ പറയാവൂ എന്ന മട്ടിലായിരുന്നു നിർദ്ദേശം. താനും പകുതി സത്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോ പകുതി സത്യമെന്ന് പറഞ്ഞാൽ അത് നുണയാണ് എന്ന മട്ടിലായിരുന്നു ആശിഷ് പറഞ്ഞത്. തന്നോട് ആരെങ്കിലും നേരിട്ട് ചോദിച്ച താൻ സത്യങ്ങൾ പറയും എന്ന് ആശിഷ് വാശി പിടിച്ചപ്പോ ഐഷു ചെറിയ ദേഷ്യം പിടിച്ചു. ആദ്യം ആശിഷ് പറഞ്ഞുകൊണ്ടിരുന്നത് താൻ എന്തായാലും സത്യങ്ങൾ പറയാൻ പോകുന്നു എന്നായിരുന്നു. ഒടുവില് അവളുടെ വാശിയും മറ്റും കണ്ട് ആരെങ്കിലും തന്നോട് നേരിട്ട് ചോദിച്ചാൽ മാത്രമേ, അങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ താൻ സത്യങ്ങൾ അവരോട് തുറന്നു പറയൂ എന്ന് ആശിഷ് സമ്മതിച്ചു. അങ്ങനെ ആശിഷും ഐഷയും വീട്ടിലേക്ക് എത്തി. ആശിഷിനെ നേരിട്ട് കണ്ടതും രാകേഷിന്റെയും മഞ്ജുവിന്റെയും മുഖം മാറുന്നുണ്ട്. തന്നേക്കാൾ പ്രായം ആശിഷിനുണ്ടാകുമോ എന്നായിരുന്നു രാകേഷിന്റെ സംശയം. പക്ഷേ ആശിഷിന്റെ വയസ്സെത്രയാണ് എന്നവർ ചോദിച്ചുമില്ല, ഐഷയൊട്ട് പറഞ്ഞിട്ടുമില്ല. അതൊക്കെ രഹസ്യമാക്കി അവൾ വെച്ചിരിക്കുകയാണല്ലോ. പാതി സത്യം പറഞ്ഞെന്ന മട്ടിൽ മൊത്തത്തിലൊരു കൺഫ്യൂഷൻ ഉടലെടുക്കുന്നുണ്ട്. എന്തായാലും ആദ്യമായി പരിചയപ്പെടുകയാണല്ലോ. ഫോർമലായി ഒരു മീറ്റിംഗ് നടന്നു. അഞ്ജു ആകട്ടെ മകളുടെ ഭർത്താവാൻ പോകുന്ന വ്യക്തി എന്ന രീതിയിൽ മുമ്പിലെത്തിയ ആശിഷിനെ മോനെ എന്ന് പോലും വിളിച്ചു. അതൊരു നിമിഷം ആശിഷിനെയും ഒന്ന് ഷോക്കാക്കുന്നുണ്ട്. എന്തായാലും അതേ വീട്ടിൽ തന്നെ തങ്ങാനാണ് ആശിഷിനോട് അവർ ആവശ്യപ്പെട്ടത്. ആശിഷിനെയും കൂട്ടി ഐഷു അകത്തേക്ക് പോയി. അകത്തെത്തിയതും ആശിഷിന് വേണ്ട നിർദ്ദേശങ്ങൾ ഐഷു കൊടുക്കാൻ തുടങ്ങി. പാരന്റ്സിനോട് എന്ത് പറയണം എന്ത് പറയണ്ടെന്നൊക്കെ. ആശിഷ് വീണ്ടും തന്നോട് ആരെങ്കിലും നേരിട്ട് ചോദിച്ച താൻ സത്യങ്ങൾ പറയുമെന്ന് പറഞ്ഞപ്പോ ഐഷു ദേഷ്യപ്പെട്ടു. മുമ്പ് നിങ്ങളുടെ ഭാര്യയെ കാണിക്കാൻ എന്നെ കൊണ്ടുപോയപ്പോ ഞാൻ നിങ്ങളുടെ സെക്രട്ടറി ആണെന്നല്ലേ പറഞ്ഞേ, എന്തിയെന്ന് സത്യങ്ങൾ പറയാതിരുന്നത്? അതുപോലെ തന്നെയാ ഇവിടെയും. മറുവശത്ത് രാകേഷും മഞ്ജുവും ആശിഷിന്റെ വയസ്സ് എത്രയുണ്ടാകും എന്നാലോചിച്ച് ആകെ ടെൻഷനാവാൻ തുടങ്ങി. കണ്ടാൽ 50-ലധികം പ്രായമുണ്ട്, എന്നാലും കൃത്യം എത്ര വയസ്സുണ്ടാകും? അവരുടെ തല പുകഞ്ഞുകൊണ്ടേയിരുന്നു. പിന്നീട് അങ്ങോട്ടുള്ള സംസാരത്തിലും മറ്റും ആശിഷിനെടുക്കൽ ആശിഷിന്റെ വയസ്സ് പിടികിട്ടുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു ചോദ്യം വന്ന അപ്പോ തന്നെ ഐഷ ഇടപെടും. ആ ചോദ്യം കറക്കി മാറ്റി മറ്റെന്തെങ്കിലേക്കും എത്തിക്കും. ആശിഷിന്റെ യഥാർത്ഥ പ്രായം അവർക്ക് പിടികിട്ടാണ്ടിരിക്കാൻ വേണ്ടി ഐഷ പറ്റാവുന്ന അത്രയും കളികൾ കളിച്ചു. മറുവശത്ത് രാകേഷിനാണെങ്കിൽ ആശിഷിന്റെ കാര്യങ്ങളിൽ തീരെയങ്ങ് പിടിക്കുന്നില്ല. ആശിഷിന് പരിപ്പ് ഇഷ്ടമേ ആയിരുന്നില്ല. രാകേഷിന്റെ അഭിപ്രായത്തിൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പരിപ്പിൽ കൈപോലും തൊടാത്തൊരു വ്യക്തിയെ താൻ കാണുന്നത് എന്നാണ് അയാൾ പറയുന്നത്. മൊത്തത്തിൽ ആശിഷിന്റെ കാര്യത്തിൽ രാകേഷിന് ഒരുപാട് സംശയങ്ങളും മറ്റുമുണ്ട്. മറുവശത്താകട്ടെ ആശിഷിന്റെ വയസ്സെത്രയുണ്ടാകുമെന്ന് മനസ്സിലാവാതെ അഞ്ജുവും രാകേഷും ആകെ അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒടുവില് ഫ്രസ്ട്രേഷൻ സഹിക്കാൻ പറ്റാതെ ആശിഷിനോട് തന്നെ നേരിട്ട് ചോദിച്ചേക്കാം എന്ന മട്ടിലൊരു തീരുമാനത്തിൽ വരെ അവർ ഒടുവിലെത്തി. പക്ഷെ അപ്പോഴും സംശയം. അങ്ങനെ ചോദിച്ചാൽ അത് മോൾക്ക് തീരെ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. ആശിഷിനും അത് മോശമായി തോന്നിയേക്കാം. അങ്ങനെ വീണ്ടും കൺഫ്യൂഷൻ. അന്ന് വൈകുന്നേരം ഫാമിലിയിലെ എല്ലാവരും ഒന്നിച്ചിരുന്ന് സംസാരിക്കുകയായിരുന്നു. കൊണ്ടുവന്ന ഡ്രിങ്ക് ബോട്ടിലുമായി ആശിഷ് കടന്നു വന്നു. അത് രാകേഷിന് കൈമാറി. സോഷ്യൽ ഡ്രിങ്കിങ്ങിന്റെ ഭാഗമായി എല്ലാവർക്കും ചെറിയ തോതിൽ മദ്യമൊഴിച്ച് രാകേഷ് കൊടുത്തു. അപ്പോഴാണ് രാകേഷിനൊരു കോൾ വന്നത്. ആശിഷിനെ പറ്റി അന്വേഷിക്കാൻ തന്റെ അധികാരം ഉപയോഗിച്ച് ഒരാളെ രാകേഷ് തയ്യാറാക്കിയിരുന്നു. അയാള് ആശിഷിനെ പറ്റിയുള്ള റിപ്പോർട്ടുകൾ കൃത്യമായി പറയുകയാണ്. ഫോണിൽ നിന്നും ആ സംസാരത്തിൽ നിന്നും എല്ലാം അവിടെയുള്ളവരൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ആശിഷിന് 51 വയസ്സും 5 മാസവും ഉണ്ട്. മാത്രമല്ല ആശിഷിന്റെ എല്ലാ ബാക്ക്ഗ്രൗണ്ടും ആശിഷിനുള്ളത് വളരെയധികം മുതിർന്ന മക്കളാണ് എന്ന കാര്യവുമടക്കം അവിടെ വിശദീകരിക്കപ്പെട്ടു. താനറിയാതെ പാരന്റ്സ് അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി നടത്തിയത് ഐഷയെ ദേഷ്യം പിടിപ്പിച്ചിരുന്നു. ആശിഷാകട്ടെ ഒക്കെ കേട്ടെങ്കിലും സത്യങ്ങൾ അവർ അറിയുന്നത് നല്ലതാണ് എന്ന മട്ടിലിരിക്കുകയായിരുന്നു. ഐഷയും പാരന്റ്സും തമ്മിൽ അവർ അങ്ങനെ അന്വേഷണം നടത്തിയതിന്റെ പേരിൽ വലിയ വാക്കുതർക്കം തന്നെ നടന്നു. മുറിയിലേക്ക് പോയ രാകേഷും അഞ്ജുവുമാകട്ടെ തങ്ങളറിഞ്ഞ കാര്യങ്ങൾ കൊണ്ടാകെ ഷോക്കായിരുന്നു. എന്തൊക്കെ മോഡേൺ ഫാമിലി എന്ന് പറഞ്ഞാലും 51 വയസ്സുള്ള ആളെ കൊണ്ട് മകളെ കെട്ടിച്ചു കൊടുക്കാൻ അവർ ഒരുക്കമായിരുന്നില്ല. പക്ഷേ ഇത് അഞ്ജുവിനോട് നേരിട്ട് പറഞ്ഞ് അഞ്ജുവിനെ പിന്മാറ്റലും നടക്കില്ല. അതുകൊണ്ട് പല കളികളിലൂടെ അത് സാധിപ്പിച്ചെടുക്കാൻ അവർ തീരുമാനിച്ചു. എന്നിരുന്നാലും ആദ്യഘട്ടമെന്ന രീതിയിൽ മകളോടൊന്ന് പറഞ്ഞു നോക്കണമല്ലോ. ഐഷയെ തനിയെ വിളിച്ച് അവർ കാര്യങ്ങൾ സംസാരിച്ചു. തനിക്ക് ആശിഷിനെ മരുമകനായി കാണാൻ പറ്റില്ല എന്ന കാര്യമൊക്കെ രാകേഷ് പറഞ്ഞു. പക്ഷേ ഐഷ അതിൽ നിന്ന് പിന്മാറാൻ ഒരുക്കമേയായിരുന്നില്ല. ആശിഷിനോടുള്ള തന്റെ സ്നേഹവും ആശിഷൻ തന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നും ഒക്കെ പറഞ്ഞ് ആശിഷിന്റെ കൂടെ തന്നെ നിൽക്കും എന്ന മട്ടിലായിരുന്നു അവൾ സംസാരിച്ചത് മുഴുവൻ. അവർ തമ്മിൽ അതൊരു വാക്കുതർക്കത്തിലേക്കും പ്രശ്നത്തിലേക്കും നീങ്ങാൻ തുടങ്ങിയപ്പോഴേക്കും കിട്ടുവിന്റെ വലിയ വെളി വന്നു. കിട്ടുവിന് പ്രസവവേദന എടുത്തു തുടങ്ങിയിരിക്കുന്നു. ഉടനടി അവർ ആശുപത്രിയിലെത്തി. അധികം വൈകാതെ കിട്ടു ഒരു പെൺകുഞ്ഞിന് ജന്മം കൊടുത്തു. കിട്ടുവിന്റെ പാരന്റ്സും അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. അവർ അവിടെ വെച്ചാണ് ആശിഷിനെ ആദ്യമായി മീറ്റ് ചെയ്യുന്നത്. രാകേഷ് ഉടൻ ഇടപെട്ടു. ആശിഷ് തന്റെ സുഹൃത്താണ് എന്ന മട്ടിൽ പറഞ്ഞു.
ആശിഷ് ആകെ ചിന്തയിൽ മുഴങ്ങി. എങ്ങനെ ഐശുവിന്റെ പാരന്റ്സിന്റെ മുമ്പിൽ ഒരു ഹീറോ ആവാം, അവരുടെ പ്രീതി പിടിച്ചു പറ്റാം. ആദ്യഘട്ടത്തിൽ അവൻ ശ്രമിച്ചത് കുക്കൊക്കെ ചെയ്ത് താൻ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അവരുടെ മകൾക്ക് കൊടുക്കും എന്ന മട്ടിലൊക്കെ കാണിച്ച് അവരെ ഇംപ്രസ് ചെയ്യിക്കാനായിരുന്നു. പക്ഷേ ദയനീയമായ രീതിയിൽ അത് പരാജയപ്പെട്ടു. അധികം വൈകിയായിരുന്നു കിട്ടുവിന്റെ പാരന്റ്സ് അവരുടെ പേരക്കുട്ടിയുടെ ജന്മവുമായി ബന്ധപ്പെട്ട് ഒരു പാർട്ടി സംഘടിപ്പിച്ചത്. പാർട്ടിയിലേക്ക് ആശിഷിനും ക്ഷണമുണ്ടായിരുന്നു. അങ്ങനെ ആ പാർട്ടിയിലേക്ക് അവരെല്ലാവരും എത്തിച്ചേർന്നു. ഐഷ അന്ന് ഒരു കുട്ടി വസ്ത്രമൊക്കെയായിരുന്നു ധരിച്ചിരുന്നത്. അവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാകട്ടെ ഐഷയെ വളരെ മോശമായ രീതിയിൽ നോക്കുന്നുണ്ടായിരുന്നു. രാകേഷിന്റെ കണ്ണിലത് വിട്ടു. രാകേഷ് അങ്ങോട്ടേക്ക് കടന്നു ചെന്ന് അയാളെ ഇടിച്ചു. രാകേഷിനെ പിടിച്ചു തടയുവാൻ വേണ്ടി ആശിഷ് കടന്നു ചെന്നിരുന്നു. ആശിഷിന് നേരെയും വളരെ ദേഷ്യത്തോടെ രാകേഷ് നോക്കി. ആശിഷിനെയും ഇടിക്കാൻ തനിക്ക് ഉദ്ദേശമുണ്ട് എന്ന മട്ടിൽ. പക്ഷെ പിന്നീട് പിന്മാറി അവിടെ നിന്ന് നടന്നുപോയി. ഐഷ ഇതൊക്കെ നോക്കിക്കണ്ടിരുന്നു. അന്ന് തിരികെ പോകുമ്പോ വഴിയരികിൽ ഐഷ ദേഷ്യത്തിൽ വണ്ടിയൊതുക്കി. ആശിഷിനെ വണ്ടിയിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ടുവന്ന് രാകേഷിനെതിരെ നിർത്തി. രാകേഷിനോട് ദേഷ്യമുണ്ടെങ്കിൽ ആശിഷിനെ തല്ലാൻ പറഞ്ഞു, ഇല്ലെങ്കിൽ എന്നെ തല്ലാൻ പറഞ്ഞു. ആശിഷിന്റെ സൈഡിലായിരുന്നു ഐഷ എപ്പോഴും നിന്നത്. അച്ഛൻ ചെയ്യുന്ന പ്രവർത്തികൾ ശരിയല്ലെന്ന മട്ടിൽ അവൾ സംസാരിച്ചു. രാകേഷ് ആകട്ടെ തന്റെ മകളെ ആശിഷിനെ വിവാഹം ചെയ്താൽ ആളുകൾ ഓരോ പേരിട്ട് വിളിക്കുമെന്നും എത്ര ചീപ്പായിട്ട് കാണും എന്ന കാര്യമൊക്കെ പറഞ്ഞ് അവളുടെ മനസ്സ് മാറ്റാനും അതിൽ തനിക്കുള്ള വിഷമവുമൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ആശിഷ് എത്രമേൽ ജെന്റിൽമാനാണ് എന്ന് ഐഷ വിശദീകരിക്കുകയായിരുന്നു ചെയ്തത്. തന്റെ പഴയ അനുഭവങ്ങൾ പോലും അവൾ വിശദീകരിക്കുകയും ചെയ്തു. രാകേഷിന് പക്ഷേ ഒന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് വലിയ വാക്കുതർക്കത്തിലേക്ക് നീങ്ങി. ഒടുവിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ഐഷ തീരുമാനിച്ചു. ആശിഷിനെയും കൂട്ടി അവൾ വീട്ടിൽ നിന്നിറങ്ങി. തന്റെ കൂട്ടുകാരനോട് ലണ്ടനിലെത്തിയപ്പോ ആശിഷ് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. ഐഷയാണെങ്കിൽ ആകെ അപ്സെറ്റാണ്. എല്ലാ തെറ്റുകളും അവളുടെ പേരിലാണ് എന്ന മട്ടിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് രാകേഷ് വന്നെത്തുന്നത്. രാകേഷ് കടന്നുവന്ന് ഐഷയോട് ക്ഷമ ചോദിച്ചു. തന്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞു. ഐഷയും ആശിഷും തമ്മിലുള്ള വിവാഹം താൻ നടത്തിത്തരാം എന്ന് സമ്മതിച്ചു. ഐഷയ്ക്കും സന്തോഷമായി. അവൾ ദേഷ്യപ്പെട്ടതുമൊക്കെ ഓർത്തപ്പോ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അച്ഛനെ കെട്ടിപ്പിടിച്ച് അവൾ കരഞ്ഞു. പക്ഷേ അവിടുണ്ടായിരുന്ന ആശിഷിന്റെ സുഹൃത്തിന് അതത്ര വിശ്വാസമാവുന്നുണ്ടായിരുന്നില്ല. രാകേഷിനെ പോലൊരാൾ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് പെട്ടെന്നെങ്ങനെ മനസ്സുമാറി ആശിഷിന്റെയും മകളുടെയും വിവാഹം നടത്താൻ സമ്മതിക്കും എന്നായിരുന്നു അയാൾ ചിന്തിച്ചത്. അതൊരു സത്യവുമായിരുന്നു. പുറമെ മകളുടെ മുമ്പിൽ ആ ഡ്രാമയൊക്കെ കളിച്ചെങ്കിലും അവരെ അകറ്റുക എന്നതായിരുന്നു രാകേഷിന്റെ പ്രധാന ഉദ്ദേശം. തന്റെ മകൾ തന്നോടങ്ങനെ പെരുമാറാനും മറ്റുമുള്ള കാരണം ആശിഷാണെന്നും ആശിഷ് അവളെ എന്തോ ചെയ്ത് അവളെ ബ്രെയിൻ വാഷ് ചെയ്ത് അങ്ങനെയൊക്കെ പ്രവർത്തിപ്പിക്കുന്നതാണ് എന്നായിരുന്നു രാകേഷ് ചിന്തിച്ചത്. എന്തായാലും ലണ്ടനിൽ നിന്നും അവരെല്ലാവരും ഇന്ത്യയിലേക്ക് എത്തി. നാട്ടിലെത്തിയപ്പോഴാകട്ടെ രാകേഷും മഞ്ജുവും ആശിഷിനെയും ഐശുവിനെയും ചേർത്ത് സ്നേഹസമ്പന്നമായ വാക്കുകൾ കൊണ്ട് പൊതിയുകയാണ്. അതും ആർക്കും ഒരു സംശയം തോന്നാത്ത പോലെ. പക്ഷേ അവരുടെ ഉള്ളിൽ അവർ മറ്റ് കളികൾക്കുള്ള പ്ലാൻ ഒരുക്കുന്നുണ്ടായിരുന്നു. അവരവരുടെ ജന്മനാട്ടിലേക്ക് പോയി. അവരുടെ ഗ്രാമത്തിലെ വീട്ടിൽ വെച്ച് കിട്ടുവിന് വേണ്ടി ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. ജനിച്ചു വീണ കുട്ടിക്കും വേണ്ടി. ആ ഫംഗ്ഷനിലേക്ക് ആശിഷും കൂട്ടുകാരനും കൂടി ക്ഷണിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ എത്തിയപ്പോ വളരെ കൃത്യമായി ആദ്യമേ രാകേഷ് പറഞ്ഞു, ഇവിടെയുള്ളവർ നാട്ടിൻപുറത്തുകാരാണ്. രാകേഷും ഐഷയുമായുള്ള ബന്ധം ഇവിടെ പറഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അതുകൊണ്ട് കുറച്ചു ദിവസം കൂടി ആശിഷ് തന്റെ സുഹൃത്താണ് എന്നൊരു ഇമേജ് ഇവിടെയും മെയിൻറ്റെയിൻ ചെയ്യണം. മെച്യൂർഡായ ആശിഷ് അതിനൊക്കെ പറഞ്ഞു. ഐഷുവിന് എന്തോ പോലെ ആദ്യം തോന്നിയെങ്കിലും അവളും അതിന് സമ്മതിക്കുകയായിരുന്നു. വൈകാതെ ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് സുന്ദരനായ ഒരു യുവാവ് കടന്നു വരുന്നത്. താളമേള അകമ്പടിയോടെ ഒരു ഹീറോയിക് സ്റ്റൈലിലാണ് വരവ്. ആദ്യ എന്നായിരുന്നു ആ പയ്യന്റെ പേര്. ആദിത്യ രാകേഷിന്റെ സുഹൃത്തിന്റെ മകനാണ്. കൂട്ടത്തിൽ ആയിഷയുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടും. വർഷങ്ങൾക്ക് ശേഷം അവർ വീണ്ടും കണ്ടുമുട്ടുകയാണല്ലോ. അവർ ഒരുപാട് സമയം ഒന്നിച്ചു ചിലവഴിച്ചു. സംസാരവും കളിചിരിയുമെല്ലാം. അവരുടെ അടുപ്പവും ഒരുപാട് സമയം ഒന്നിച്ചുള്ള ചിലവഴിക്കലുമൊക്കെ ആശിഷിനെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടായിരുന്നു. മറുവശത്ത് രാകേഷും ഭാര്യയുമാകട്ടെ അതൊക്കെ കണ്ട് സന്തോഷിക്കുകയാണ്. എങ്ങാനും മകളാദിത്യയെ ഇഷ്ടപ്പെട്ടാൽ ആശിഷ് ഒഴിവാകുമല്ലോ. അവർ ആഗ്രഹിക്കുന്ന പോലൊരു വിവാഹം അവരുടെ മകൾക്ക് അവർക്ക് നടന്നു കാണുകയും ചെയ്യാം. ആദിത്യയും അവളും ഒന്നിച്ച് ഒരുപാട് സ്ഥലത്ത് കറങ്ങി. നൈറ്റ് ക്ലബിൽ വരെ പോയി. നാളുകൾ കഴിയും തോറും ഇരുവരും തമ്മിൽ അടുപ്പം അങ്ങനെ വർദ്ധിച്ചു വരുന്ന പോലെ ആശിഷിന് തോന്നുന്നുണ്ടായിരുന്നു. കണ്ടു നിൽക്കുന്ന ആർക്കും അത്തരത്തിൽ തന്നെ അനുഭവപ്പെടും. പക്ഷെ പിന്നീടാണ് ഒരു കാര്യം വ്യക്തമാകുന്നത്. യഥാർത്ഥത്തിൽ ആദിത്യയെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയതുവരെ രാകേഷ് ആയിരുന്നു. അതും തന്റെ മകളെ സെഡ്യൂസ് ചെയ്യാൻ വേണ്ടി, അവളെ വശീകരിച്ച് അവനുമായി പ്രണയത്തിലാക്കാൻ വേണ്ടി. ആശിഷിനതും മനസ്സിലാവുന്നുണ്ടായിരുന്നു. ആശിഷ് രാകേഷിനെ ഒരു ദിവസം നേരിട്ട് കണ്ട് അക്കാര്യം ചോദിച്ചു. രാകേഷ് സമ്മതിച്ചു. എന്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിലും നിങ്ങൾ ചുമ്മാതിരിക്കുകയാണോ ചെയ്യുക എന്ന മട്ടിലായിരുന്നു രാകേഷിന്റെ മറുചോദ്യം. രാകേഷ് ചെയ്യുന്നത് തെറ്റാണെന്നും നിങ്ങൾ ഐഷയുടെ സമ്മതമാണെന്നും നുണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നുണ തിരുത്തി പറയുന്നതാണ് നല്ലത്. ഇതുകൊണ്ടൊക്കെ നിങ്ങൾ എന്താണ് നേടാൻ പോകുന്നത് എന്ന മട്ടിലായിരുന്നു രാകേഷിന്റെ മറുചോദ്യം. എനിക്ക് എന്റെ മകളുടെ വിവാഹം നീയുമായി നടക്കണമെന്നില്ല.
ആഗ്രഹമില്ലെന്നും ജീവിതകാലം മുഴുവൻ അവൾ സന്തോഷത്തോടുകൂടെ ജീവിക്കാൻ വേണ്ട ആയുസ്സുള്ള ഒരുത്തന്റെ കൂടെയാ എന്റെ മകൾ ജീവിക്കേണ്ടത് എന്നുമായിരുന്നു അയാളുടെ മറുപടി. അവര് തമ്മിൽ അതും പറഞ്ഞ് വലിയൊരു സംവാദം തന്നെ നടന്നു. ഒടുവില് ആശിഷ് പറഞ്ഞു, ഞാൻ ഐഷയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അവൾ നന്നായി ജീവിക്കണം എന്നാണ് എന്റെയും ആഗ്രഹം. ആദിത്യയെ അവൾക്കിഷ്ടപ്പെടുകയാണെങ്കിൽ, അവനെ വിവാഹം കഴിക്കാൻ അവൾക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ സ്വയമേ പിന്മാറിക്കോളാം. ഞാൻ അവളെ തടയാൻ പോലും ശ്രമിക്കില്ല. നാളുകൾ വീണ്ടും മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. ആയിഷയും ആദിത്യയും തമ്മിലുള്ള അടുപ്പം കൂടുതൽ കൂടുതൽ വർദ്ധിച്ചു വരുന്നതായി ആശിഷ് നോക്കിക്കണ്ടു. ഒരു ദിവസം അവരിരുവരും ചുംബിക്കുന്നത് ആശിഷ് തന്റെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടു. ആശിഷിന് അത് സഹിക്കാൻ സാധിച്ചില്ല. തന്റെ സാധനങ്ങൾ പാക്ക് ചെയ്ത് അവിടെ നിന്ന് തിരികെ മടങ്ങാൻ ആശിഷ് തീരുമാനിച്ചു. ആശിഷ് അത് കണ്ടെന്ന് ഐഷക്ക് മനസ്സിലായിരുന്നു. ഐഷ ഓടിയെത്തി ആശിഷിനോട് ക്ഷമ പറയാനും തന്നോട് ദേഷ്യപ്പെട്ടുകൂടെ എന്നൊക്കെ ചോദിക്കാനുമൊക്കെ തുടങ്ങി. ആശിഷ് പക്ഷേ അവളോട് ദേഷ്യപ്പെടുന്നേ ഉണ്ടായിരുന്നില്ല. എന്തിനാണ് ദേഷ്യപ്പെട്ടിട്ട്? ഫീലിംഗ്സിന്റെ കാര്യമല്ലേ, അത് ചേഞ്ച് ആവുമെന്ന് മറ്റാരെക്കാളും എനിക്കറിയാം. അതായിരുന്നു ആശിഷ് പറഞ്ഞത്. എനിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ നിങ്ങൾ ഒരുക്കമല്ലല്ലേ എന്ന മട്ടിൽ അവൾ ചോദിച്ചപ്പോ, നിനക്ക് വേണ്ടി ഇപ്പോൾ ഫൈറ്റ് ചെയ്യാൻ എനിക്കൊരു അർഹതയുമില്ല എന്നായിരുന്നു ആശിഷ് പറഞ്ഞത്. ആശിഷ് അന്നവിടെ നിന്ന് തിരികെ പോയി. ഇതിനു മുമ്പ് ഐഷ പലതരത്തിൽ ആശിഷിനെ പിടിച്ചു നിർത്താൻ നോക്കിയിരുന്നു. അബദ്ധത്തിൽ സംഭവിച്ചതാണെന്നും ഞങ്ങൾ തമ്മിൽ മറ്റു ബന്ധമൊന്നുമില്ല എന്നുമൊക്കെ ഐഷ പറയാൻ ശ്രമിച്ചെങ്കിലും ആശിഷ് നിന്നതേയില്ല. ലണ്ടനിലെത്തിയിട്ടും ആശിഷിന് മനസ്സിനൊരു സുഖമുണ്ടായിരുന്നില്ല. ഐഷയുമായുള്ള ബന്ധത്തിന്റെ തകർച്ച വലിയ രീതിയിൽ അയാളെ ബാധിച്ചിരുന്നു. മറുവശത്ത് ഐഷയുടെ അവസ്ഥയും ഏറെക്കുറെ ഇതുതന്നെയാണ്. അവൾക്കും ഒരു തരത്തിൽ സമാധാനം കിട്ടുന്നില്ല. ആശിഷാണെങ്കിൽ പോയിട്ട് അവളെ വിളിച്ചിട്ടുമില്ല. അവൾ ആകെ വിഷമത്തിലാണ്ടു. നാളുകൾ കടന്നുപോയി. ഒടുവിൽ ഒരുതരം വാശി ഐഷയ്ക്കും വന്നു. ഐഷ എല്ലാവരുടെയും മുമ്പിലേക്ക് ചെന്ന് താൻ ആദിത്യയെ വിവാഹം കഴിക്കാൻ തയ്യാറാണ് എന്ന മട്ടിൽ അവനെ പ്രപ്പോസ് ചെയ്തു. ആദ്യം അതിന് യെസ് പറഞ്ഞു. വൈകാതെ അവരുടെ വിവാഹ ചടങ്ങുകളുടെ ആരംഭങ്ങളും കുറിച്ചു. മറുവശത്ത് ആദിത്യ രാകേഷിനോട് സംസാരിച്ചു. താങ്കൾ വിളിച്ചിട്ടാണ് ഞാൻ വന്നത്. അവളൊരു റോങ് റിലേഷനിൽ പെട്ടിരിക്കുന്നു. അവളെ രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട്. ആദ്യമൊന്നും അവളോട് എനിക്ക് പ്രണയമുണ്ടായിരുന്നില്ല. പക്ഷേ ഞാനിപ്പോൾ അവളെ പ്രണയിക്കുന്നുണ്ട്. ആശിഷുമായുള്ള ബന്ധത്തെ പറ്റിയൊക്കെ അവൾ എന്നോട് തുറന്നു പറഞ്ഞു. പക്ഷേ എന്റെ രഹസ്യങ്ങൾ ഞാൻ അവളോട് പറയണോ വേണ്ടയോ എന്നാണ് ആലോചിക്കുന്നത്. ഒരുപക്ഷെ എല്ലാം അറിഞ്ഞാൽ അവൾക്കത് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. ചില സത്യങ്ങൾ രഹസ്യമാക്കി വെക്കേണ്ടതാണെന്നും നല്ലതിനു വേണ്ടിയാണെങ്കിൽ അതാണ് ചെയ്യേണ്ടത് എന്ന മട്ടിലും രാകേഷ് ആദിത്യയോട് പറഞ്ഞു. പക്ഷേ തനിക്ക് കുറ്റബോധം തോന്നുന്നുണ്ട്. താൻ ചെയ്തത് ശരിയാണെന്ന് തോന്നുന്നില്ല എന്നായിരുന്നു അയാളുടെ മറുപടി. വിവാഹത്തിന് ആയിഷ സമ്മതിച്ചെങ്കിലും അവൾ ദുഃഖിതയാണെന്ന് അവളുടെ പെരുമാറ്റങ്ങളിൽ നിന്ന് പ്രകടമായിരുന്നു. ഇതെല്ലാം രാകേഷിന്റെ മനസ്സിൽ പതിയുന്നുണ്ടായിരുന്നെങ്കിലും താൻ ചെയ്യുന്നത് ശരിയാണെന്നൊരു ബോധ്യം അയാൾക്കുണ്ടായിരുന്നു. അങ്ങനെ വിവാഹത്തിന്റെ സംഗീത ദിവസം എത്തി. ഡാൻസും പാർട്ടിയും എല്ലാം നടന്നു. അന്ന് ഡാൻസ് ചെയ്യുമ്പോൾ തന്റെ അച്ഛന് വേണ്ടി മികച്ച രീതിയിൽ അത് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടായിരുന്നു ഐഷയുടെ ഡാൻസ് ഉണ്ടായിരുന്നത്. കുറ്റബോധം അയാളിലെ കാണ്ടിറങ്ങി വന്നു. താൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന ചോദ്യം അയാളെ വല്ലാതെ ബാധിച്ചിരുന്നു. മറുവശത്ത് ഐഷ ഡ്രസ്സിംഗ് റൂമിലായിരുന്നു. അങ്ങോട്ടേക്ക് ഫോൺ വിളിച്ചുകൊണ്ട് അവളുടെ അമ്മ കയറി ചെല്ലുകയായിരുന്നു. ഫോണിന്റെ മറുവശത്തുണ്ടായിരുന്നത് അവളുടെ അച്ഛനാണ്. ഐഷ കരഞ്ഞോണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് കയറി ചെന്ന് ഐഷയുടെ അമ്മ അഞ്ജു ആകട്ടെ എന്താ എന്ന മട്ടിൽ അവളോട് തിരക്കി. തനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്നും ആശിഷിനോടും എന്നോടും തന്നെ ഫ്രസ്ട്രേഷനിലായതുകൊണ്ടാണ് താൻ ആദിത്യയുമായുള്ള വിവാഹത്തിന് സമ്മതിച്ചതെന്നും ആദിത്യ എനിക്ക് ശരിയാവുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ വേദനയോടെ അവൾ പറയുകയാണ്. ഇത് നിന്റെ അച്ഛനോട് പറഞ്ഞാലോ എന്ന മട്ടിൽ അഞ്ജു ചോദിച്ചു. വേണ്ട, പപ്പയൊന്നും അറിയരുത്. പപ്പ എന്നിൽ വല്ലാതെ ഡിസപ്പോയിന്റഡ് ആയി പോകും എന്നൊക്കെ വേദനയോടെ മകൾ പറയുന്നത് കേട്ടപ്പോ മറുവശത്ത് ഫോണിലൂടെ ഇതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്ന രാകേഷ് ആകെ തകർന്നുപോയി. തന്റെ മകളുടെ ജീവിതം താനായിട്ട് തുലയ്ക്കുകയാണോ എന്നുവരെ അയാൾക്ക് തോന്നി. അയാൾ കുറ്റബോധത്തിൽ ആണ്ടുവീണു. ഐഷ അമ്മയോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു, ആശിഷിനെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കും. എന്റെ അച്ഛനെ ഞാൻ നാണം കെടുത്തില്ല. എനിക്ക് മോശമായിട്ടുള്ളതൊന്നും അദ്ദേഹം എനിക്ക് വേണ്ടി ചെയ്യുകയുമില്ല. ആ വാക്കുകൾ രാകേഷിന്റെ മനസ്സിനെ വല്ലാതെ തൊട്ടിരുന്നു. അയാളുടെ ഹൃദയം തകർന്നു. താൻ തന്റെ മകളെ ചതിച്ചതുപോലെ അയാൾക്ക് അനുഭവപ്പെട്ടു. തെറ്റ് തിരുത്തണം. ലണ്ടനിലേക്ക് പോവാനും ആശിഷിനെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കാനും ആശിഷിനെ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനും മകളുമായി ഒന്നുചേർക്കാനും അയാൾ ആഗ്രഹിച്ചു. തന്റെ ഭാര്യയോട് അക്കാര്യവും പറഞ്ഞ് അയാൾ ലണ്ടനിലേക്ക് പുറപ്പെടാനിറങ്ങി. അപ്പോഴാണ് കഥയിലെ ചില ട്വിസ്റ്റുകൾ വെളിപ്പെടുന്നത്. യാഥാർത്ഥ്യത്തിൽ ഈ നടന്നത് അത്രയും ഐഷയുടെ പദ്ധതികൾ തന്നെയായിരുന്നു. അന്ന് രാകേഷും
ആശിഷും സംസാരിക്കുന്നത് അതുവഴി വന്നിരുന്ന ആയിഷ മറന്നു നിന്ന് കേട്ടിരുന്നു. ആശിഷ് തനിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യില്ല എന്നൊരു തോന്നൽ അവൾക്കുണ്ടായി. കൂട്ടത്തിൽ ആദിത്യയെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് തന്റെ അച്ഛനാണെന്നും അവൾ മനസ്സിലാക്കി. അവൾ പോയി ആദിത്യയെ എതിരിട്ടു. ചെരുപ്പൂരി വരെ അവനെ അടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. ഒടുവിലെ സത്യങ്ങൾ ആദിത്യയിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയപ്പോ നീ പോവണ്ടെന്നും താൻ പറയുന്ന പോലെ അഭിനയിച്ച് ഇവിടെ നിൽക്കണം എന്നും പറഞ്ഞവനെ ചട്ടം കെട്ടി നിർത്തിയതും ആയിഷ തന്നെയായിരുന്നു. പിന്നീട് അങ്ങോട്ടേക്ക് കാര്യങ്ങളെല്ലാം ആയിഷയുടെ പ്ലാനിനനുസരിച്ചാണ് മുമ്പോട്ട് പോയത്. ആശിഷ് കാണാൻ പാകത്തിന് അവന്റെ മുമ്പിൽ വെച്ച് ചുംബിച്ചതുപോലും അവളുടെ പദ്ധതിയായിരുന്നു. ഇതെല്ലാം കണ്ടിട്ട് ആശിഷ് പൊസസീവ് ആവുമെന്നും തനിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യും എന്നുമൊക്കെ അവൾ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ കാര്യങ്ങൾ അവളുടെ കൈവിട്ടു പോവുകയായിരുന്നു ചെയ്തത്. രാകേഷിനോട് അവൾക്ക് ആദ്യത്തെ ഇഷ്ടമായെങ്കിൽ താൻ ഒഴിവായേക്കാം എന്ന് ആശിഷ് പറഞ്ഞിരുന്നല്ലോ. അത്തരത്തിൽ ആശിഷ് പ്രവർത്തിക്കില്ല, തനിക്ക് വേണ്ടി നിലകൊള്ളും എന്നവൾ ആഗ്രഹിച്ചിരുന്നു. അത് നടന്നില്ല. ആ ദേഷ്യത്തിൽ ആദിത്യയുമായുള്ള വിവാഹത്തിന് അവൾ സമ്മതിക്കുകയും ചെയ്തു. ആദിത്യ അത് ചോദ്യം ചെയ്തപ്പോ താൻ പറഞ്ഞ പോലെ കേട്ടാ മതി എന്നായിരുന്നു അവൾ പറഞ്ഞത്. അതും അവളുടെ പദ്ധതികളുടെ ഭാഗമായിരുന്നു. ആശിഷിൽ പൊസസീവ്നെസ് ഉണ്ടാക്കണം. വിവാഹക്കാര്യം വിളിച്ചു പറയുമ്പോ തനിക്ക് വേണ്ടി ആശിഷ് വരും എന്നവൾ പ്രതീക്ഷിച്ചു. പിന്നെ അച്ഛന്റെ ഭാഗവും കൺവിൻസ് ചെയ്യിക്കണം. അതിനുവേണ്ടി കിട്ടുവിന്റെ സഹായത്തോടെ ചേട്ടനെ അവൾ കൺവിൻസ് ചെയ്യിച്ചു. ആദിത്യക്ക് പ്രാക്ടീസ് കൊടുത്ത് അച്ഛന്റെ അടുക്കൽ സംസാരിക്കാൻ വിട്ടു. ചേട്ടനെ കൊണ്ടും അച്ഛൻ ചെയ്യുന്നത് തെറ്റാണെന്ന മട്ടിൽ അച്ഛനോട് സംസാരിപ്പിച്ചു. ഒടുവിൽ അമ്മയെയും കൺവിൻസ് ചെയ്ത് ഒടുവിലത്തെ ഡ്രാമ ഫോൺ വിളിയിലൂടെ അമ്മയ്ക്കടുത്ത് പറയുന്ന പോലെ ഓരോ കാര്യങ്ങളും അച്ഛനെ കേൾപ്പിച്ച് അച്ഛന്റെ കുറ്റബോധം ആളിക്കത്തിക്കുക. എല്ലാം സക്സസ്ഫുൾ ആയി നടന്നു. രാകേഷ് ഇപ്പോൾ ലണ്ടനിലേക്ക് പുറപ്പെടാൻ വേണ്ടി എയർപോർട്ടിലേക്ക് എത്തുകയാണ്. അപ്പോഴാണ് ലണ്ടനിൽ നിന്നും ആശിഷിന്റെ കൂട്ടുകാരൻ വിളിച്ചത്. പൊസസീവ് കയറി ആയിഷയ്ക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ വേണ്ടി നാട്ടിലേക്ക് ആശിഷ് പുറപ്പെട്ടിട്ടുണ്ടെന്ന്. അത് കേട്ടതും രാകേഷിന് സന്തോഷമായി. താൻ എന്താ ആഗ്രഹിച്ചോ അത് നടക്കാൻ പോകുന്നു. ആശിഷ് എത്തി കല്യാണം നിർത്തും. ആശിഷ് വൈകാതെ എയർപോർട്ടിൽ വന്നിറങ്ങി. സ്വീകരിക്കാൻ അവിടെ രാകേഷ് ഉണ്ടായിരുന്നു. പക്ഷേ ആശിഷ് രാകേഷിന്റെ കൂടെ പോവാൻ തയ്യാറായില്ല. താൻ തനിയെ വന്നതാണ് എന്ന് ആയിഷയ്ക്ക് മനസ്സിലാകണം. എന്നാലേ ഞാൻ നല്ലൊരു ഭർത്താവാണെന്ന് അവൾ ചിന്തിക്കൂ എന്നാണ് അയാൾ പറയുന്നത്. രാകേഷ് ആകട്ടെ നിങ്ങൾ എന്റെ കൂടെ വരണമെന്നും ഞാൻ നിങ്ങളെ കൊണ്ടുചെന്നാലേ ഞാൻ നല്ലൊരു അച്ഛനാണെന്ന് അവൾ മനസ്സിലാക്കൂ എന്നുമൊക്കെയാണ് പറയുന്നത്. എന്തായാലും രണ്ടുപേരും രണ്ട് കാറുകളിലായി വെഡ്ഡിംഗ് നടക്കുന്ന ഇടത്തേക്കെത്തി. ആശിഷും രാകേഷും തങ്ങളുടെ ഭാഗം ന്യായീകരിക്കാനും ആയിഷയ്ക്ക് മുമ്പിൽ ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടാനും വേണ്ടി പരസ്പരം വാദിക്കുകയാണ്. ആയിഷയ്ക്ക് സത്യങ്ങൾ അറിയാമല്ലോ. അവൾക്കുള്ളിൽ ചിരി വരുന്നുണ്ടെങ്കിലും അവളും നന്നായി പെർഫോം ചെയ്തു. രണ്ടുപേരെയും തള്ളിപ്പറഞ്ഞ് ആദിത്യക്കൊപ്പമുള്ള വിവാഹമാണ് നടക്കാൻ പോകുന്നത് എന്ന മട്ടിലൊക്കെയാണ് ആദ്യം അവൾ സംസാരിച്ചത്. ആശിഷ് തനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണെന്നും താൻ വിവാഹം നടത്താൻ സമ്മതിക്കില്ല എന്നും പറയുമ്പോ അതെ, ഈ വിവാഹം നടത്താൻ സമ്മതിക്കില്ല. എന്റെ മകൾക്ക് ഏറ്റവും നല്ലത് മറ്റൊന്നാണ്, അത് ഞാനാ ചെയ്യുക എന്ന മട്ടിലാണ് രാകേഷ് പറയുന്നത്. ഇരുവർക്കും സത്യത്തിൽ ആയിഷയുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് വേണം. അപ്പോഴേക്കും ആദിത്യയും വന്നു. ഡ്രാമ നല്ല രീതിയിൽ കൊഴുത്തുവരാൻ ആരംഭിച്ചു. ആയിഷയ്ക്ക് വേണ്ടിയിരുന്നത് തന്റെ അച്ഛനും രാകേഷും അവരുടെ തെറ്റുകൾ മനസ്സിലാക്കി അത് ഏറ്റുപറഞ്ഞ് തന്നോട് ക്ഷമ ചോദിക്കണമെന്നായിരുന്നു. ഒടുവിൽ കാര്യങ്ങൾ വിവാഹവേദിയിലേക്ക് എത്തി. വിവാഹം തടയുവാൻ രാകേഷ് യഥാർത്ഥ സത്യങ്ങൾ തുറന്നു പറഞ്ഞു. താനാണ് ആദിത്യയെ കൊണ്ടുവന്നതടക്കമുള്ള കാര്യങ്ങൾ. ആശിഷും തെറ്റിദ്ധാരണകൾ കൊണ്ട് തനിക്ക് പറ്റിയ തെറ്റ് അവിടെ എടുത്തു പറഞ്ഞു. താൻ എത്രമാത്രം അവളെ സ്നേഹിക്കുന്നെന്നും വ്യക്തമാക്കി. അപ്പോഴാണ് ആയിഷ പറഞ്ഞ വാക്കുകളിൽ നിന്ന് ഇതെല്ലാം അവളുടെ പദ്ധതിയായിരുന്നു എന്ന കാര്യം ആശിഷിനും രാകേഷിനും മനസ്സിലാകുന്നത്. നീ കളിക്കുകയായിരുന്നോ എന്ന മട്ടിൽ ആശിഷ് ചോദിച്ചപ്പോ അവൾ പറഞ്ഞു, ഞാനല്ല കളിച്ചത്, നിങ്ങളും എന്റെ അച്ഛനും കൂടി എന്റെ ജീവിതം വെച്ച് കളിക്കാൻ നോക്കുകയായിരുന്നു. പക്ഷേ നമുക്കെന്താണോ ശരി, എന്താണോ വേണ്ടത് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ കളിച്ചത്. അതും പറഞ്ഞ് അവൾ ആശിഷിനെ ചുംബിച്ചു. കാര്യങ്ങൾ ഏറെക്കുറെ സെറ്റിൽഡായി. അവരുടെ വിവാഹം നടക്കും എന്ന തീരുമാനവുമായി. വിവാഹത്തിന്റെ കാര്യം പറയാൻ വേണ്ടി ആശിഷ് മുൻഭാര്യ മഞ്ജുവിനെ വിളിച്ചു. കാര്യങ്ങൾ സംസാരിച്ചു. എല്ലാവരും വലിയ സന്തോഷത്തിലായിരുന്നു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ഒരു കോമഡി ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.